പൈസ തന്നിട്ട് പണിയെടുത്തതിന് മാത്രമേ പൈസ തന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്റെ 30% ഷെയർ ഉണ്ട്. 10 രൂപ ഇവിടെ തന്നിട്ടില്ല. നീ എന്തോരം കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ് ഓണത്തിന് വിഷയം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിച്ചത്. നമസ്കാരം. പണത്തിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടും സ്വന്തം ചാനലിൽ വന്നിരുന്നുകൊണ്ട് സ്വന്തം അമ്മയെയും അനിയത്തിയെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോന്റെ വീഡിയോ ഇപ്പൊ നിങ്ങൾ കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് രോഹിത്, പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന രോഹിത്തിന്റെ വീഡിയോസ്. അവനും ഭാര്യയും കൂടി പാർട്ടായിട്ട് എന്താണ് പ്രശ്നം നടന്നത് എന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ 2 പാർട്ട് കഴിഞ്ഞു. ഇനി 3-ാമത്തെ പാർട്ടും 4-ാമത്തെ പാർട്ടും ഒക്കെ ലോഡിംഗ് ആണ്. പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തെങ്കിലല്ലേ കൂടുതൽ കാശ് കിട്ടത്തുള്ളൂ, എങ്കിലല്ലേ കൂടുതൽ റീച്ച് കിട്ടത്തുള്ളൂ ചാനലില്. അപ്പോൾ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അതിനകത്ത് അനിയത്തിക്ക് ഉണ്ണാൻ കൊടുത്തതിനും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തതിനും ഉടുക്കാൻ കൊടുത്തതിനും വരെ കണക്ക് പറയുവാണ്. അമ്മയ്ക്കും അനിയത്തിക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന് വരെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകൻ, ഒരു സഹോദരൻ. ഇവനാണ് വന്നിരുന്നു കൊണ്ട് അമ്മയും അനിയത്തിയാണ് എല്ലാത്തിനും കാരണം. അമ്മയും അനിയത്തിയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇവനെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ അവർ എന്ത് ചെയ്യാനാണ്? 2 സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. 2 സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് വന്ന് മകൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നാട്ടുകാർ ഇടപെടും. അതുകൊണ്ടാണ് നാട്ടുകാർ ഇടപെട്ടത്. അതിന് ഇവൻ പറയുന്നത് അമ്മയും അനിയത്തിയും നാട്ടുകാരെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോ ആ അമ്മയും അനിയത്തിയും ഒരു ചാനലിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ അനിയത്തിക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് വിഷമം വരും. എന്തൊക്കെ തോന്നിവാസമാണ് ഒരു അമ്മയെക്കുറിച്ചും അനിയത്തിയെക്കുറിച്ചും ഇങ്ങനെ വന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ആ അഭിമുഖം ഒന്ന് കേട്ടു നോക്കാം, അപ്പം മനസ്സിലാവും. എൻ്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനൊന്നും ചെയ്യരുത്. ഇപ്പം അവൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ വീട് പോലും അല്ലത്, പണയോ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിൻ്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്നറിയാൻ മേല, ജീവിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും? എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? ഈ അമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സംരക്ഷിക്കേണ്ട മകൻ തന്നെ അവരെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കാണ്. ആ പെങ്ങൾക്ക് പ്രായപൂർത്തിയായതാണ്, കൊച്ചു കുട്ടിയാണ്, വലിയ പ്രായമൊന്നുമില്ല. അവൾക്ക് നാളെ ഒരു ഭാവിയുണ്ട്, നാളെ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. അവളെ കുറിച്ച് ഇങ്ങനെ തോന്നിവാസം പറഞ്ഞപ്പോൾ തന്നെ അവൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളൊക്കെ വന്ന് വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അപകീർത്തിപ്പെടുത്തുകയാണ്. അനിയത്തിയെക്കുറിച്ച് ഒരു കാരണവശാലും എത്ര ദേഷ്യമുണ്ട്, എത്ര വാശിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനിയത്തിമാരെ കുറിച്ച് ഒരു കാരണവശാലും ആങ്ങളമാര് ഇത്തരം വർത്തമാനം പറയത്തില്ല. അനിയത്തിക്ക് 10-20 കാമുകന്മാരുണ്ട്, വീട്ടിലിരുന്ന് കണ്ടവന്മാരെ എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് അവൻ ആ സ്വന്തം അനിയത്തിയെക്കുറിച്ച് പറഞ്ഞത്. ഇനി എന്താണ് യഥാർത്ഥ വിഷയം, എന്തുകൊണ്ടാണ് ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായത് എന്നും അനിയത്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഒരു ചേട്ടൻ അനിയത്തി എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിലടക്കം നിങ്ങളെക്കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലുന്നു. എന്തായിരുന്നു റീസൺ? എന്താണ് ശരിക്കും പറഞ്ഞത്? സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം. അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ റോഷന്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പോൾ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. എങ്ങനെ തുടങ്ങുന്നത് വിഷയം തുടങ്ങുന്നത്? വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവിൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ് പറ്റത്തില്ല, അത് അവളുടെയാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി. ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു. എൻ്റെ ലാപ്ടോപ്പ് അവളുടെ വീട്ടിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞ് എടുത്തിട്ട് നശിപ്പിച്ചാൽ കൊണ്ട് തന്നത്. അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 3-നാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിൽ അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ്, അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു ചേർത്തുള്ളൂ. അതിൽ 2.5 ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ, അത് ബാക്കി അമ്മയുടേതാണ്. അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട്. ആ 2.5 ലക്ഷത്തിന് അവൻ കാർ എടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത്.
ഞാൻ കുറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയുടെ ഒരു പാർട്ണറാണോ? പാർട്ണർ ആയിരുന്നു. ഓക്കെ. ഈ പ്രശ്നത്തിന് ശേഷം, അതായത് ഈ 3-ാം തീയതി എന്നെ ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയ കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റിയെടുക്കണമെങ്കിലും വിറ്റേൻ്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തിരുന്ന 3000 രൂപ തിരിച്ചു തന്നു. പക്ഷേ ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ സത്യം തന്നെ. കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞു. അത് ഞാൻ പണിയെടുത്ത പൈസയാണ് കേട്ടോ. ഇവൻ എന്തോ ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി. ഓരോരോ പ്രശ്നം ഉണ്ടാക്കി ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവൻ്റെ കയ്യിൽ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ. എന്നിട്ട് ആ പോലീസ് അനിയത്തിയുടെ സ്വർണവും കൂടി അങ്ങ് കൈക്കലാക്കാമെന്ന് പ്രശ്നേഷും ഭാര്യയും അങ്ങ് ആഗ്രഹിച്ചു. പക്ഷേ അമ്മ ആ ആഗ്രഹത്തിന് വിലം കിട്ടു. അതാണ് അവർ തമ്മിലുണ്ടായ പ്രശ്നം. അങ്ങനെ സ്വർണം കിട്ടത്തില്ലെന്നായപ്പോൾ അനിയത്തിയോടും അമ്മയോടും വൈരാഗ്യം, ദേഷ്യം. ഭാര്യ വന്ന് കയറിയതോട് കൂടിയിട്ട് അനിയത്തിയെയും അമ്മയും വേണ്ട. അതാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ പ്രശ്നമായി, വഴക്കായി. അതിന്റെ പേരിലാണ് വെളിയിൽ ഇറങ്ങി വന്ന് നിന്ന് ഈ പാട്ടായിട്ട് വീഡിയോ ഇട്ട് അനിയത്തിയെയും അമ്മയെയും അപകീർത്തിപ്പെടുന്നത്. നാട്ടുകാരെ വരെ വെച്ചോണ്ടിരിക്കുക എന്നൊക്കെയാണ് മോൻ പറയുന്നത്. എന്തൊരു തോന്നിവാസമൊക്കെയാണ് ഇവൻ പറയുന്നത്. എടാ, നിനക്ക് നാണമില്ലേ? നിനക്ക് ഇത്രയ്ക്ക് അങ്ങ് കാശിന് മുട്ടാണെന്നുണ്ടെങ്കിൽ പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കുക. കയ്യിൽ തൊഴിലൊക്കെ ഉണ്ടല്ലോ, ജോലി ചെയ്തിട്ടാണല്ലോ മോൻ ജീവിക്കുന്നത്. ഇവനൊക്കെ കാശ് വേണം, ആർത്തി, അത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. ഫാമിലി ഡ്രാമ കളിച്ചു കഴിഞ്ഞാൽ ഫോർച്യൂണർ വരെ വാങ്ങിക്കാം എന്നൊക്കെ മനസ്സിലായി. ആ ഡ്രാമയാണ് ഇപ്പൊ ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്റെയൊക്കെ ഡ്രാമ പോയി കാണുന്നവരെ വേണം ആദ്യം പറയാൻ. ദയവ് ഇത് നിങ്ങളാരും പോയി കാണാതിരിക്കുക. ആ പാട്ടായിട്ട് ഇനി അവൻ വീഡിയോ ഇടുമ്പോൾ ദയവ് ഇത് കാണാതിരിക്കുക. വ്യൂസ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവന്റെ ആ പാട്ട് അങ്ങ് നിൽക്കും. അവന്റെ ഈ കുറ്റം പറച്ചിൽ അങ്ങ് നിൽക്കും. ഒന്നുമില്ലേലും പ്രായപൂർത്തിയായിട്ടുള്ളൊരു സഹോദരിയാണ് എന്ന് പോലും ആലോചിക്കാതെ, ആ മനസാക്ഷി പോലും ഇല്ലാതെയാണ് ഇവൻ ഈ പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ നല്ല രീതിയിൽ അമ്മയെ അനിയത്തി നോക്കിയ മകനാണ്. അനിയത്തി അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും അനിയത്തി പുറകെ നടക്കുമായിരുന്നു. വീഡിയോ എടുക്കാനും ഇവന്റെ ഒപ്പം ജോലിക്കും എല്ലാ കാര്യത്തിലും ഇവന്റെ അനിയത്തി ഉണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞാണ് പിന്നെ വൈഫ് വന്നത്. വൈഫ് വന്നതോട് കൂടിയിട്ട് ആ ഒരു പാർട്ട് വൈഫ് ഏറ്റെടുത്തു. അതിനു മുമ്പ് വരെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നത് ഈ അമ്മയും അനിയത്തിയാണ്. മാത്രമല്ല, ഈ പ്രശ്നേഷന്റെ ആദ്യകാലം മുതലുള്ള വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവന്റെ ഫാമിലി ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് ഇവൻ വ്യൂസ് ഉണ്ടാക്കുന്നത്. അമ്മ ഭയങ്കര ധൈര്യമുള്ള സ്ത്രീയാണ്, അമ്മയാണ് ഞങ്ങളെ വളർത്തിയത് എന്ന് അമ്മയെ പുകഴ്ത്തി കുറെ നാൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അച്ഛനെ ഇകഴ്ത്തി, അച്ഛന്റെ സ്വഭാവവും അച്ഛന്റെ തോന്നിവാസവും ഒക്കെ പറഞ്ഞായിരുന്നു ഇത്രയും നാൾ ഇവൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അതുകൊണ്ടൊന്നും വ്യൂസ് ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മയെ അനിയത്തി അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നു. കഷ്ടം തന്നെ. ഇതിന്റെ ലാസ്റ്റില് ആ അനിയത്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൽ വിഷമം വരും. ആ ഭാഗം കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഈ വീഡിയോകളൊക്കെ ഇടുമ്പോഴേ എങ്ങനെയെങ്കിലും പ്രതികരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. പക്ഷേ എൻ്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞ എനിക്ക് അടുത്ത ഭാവിയെന്നൊന്നുമല്ല, ഞാനൊരു പെങ്കൊച്ചാ, എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ. ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഉണ്ട്. ഒരു ആംഗ്ലമാർ നമ്മളെ എന്താ പറയുക, സ്നേഹിക്കേണ്ട ഒരു ആംഗ്ലം ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? സ്നേഹിക്കേണ്ട ആംഗ്ലം നല്ല ചേട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കൂടെ. സത്യമാണ്. എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എസ് റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിന് പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത്. ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്ന് അറിയാമോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് 200 രൂപ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. എനിക്ക് വേണ്ടി ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് കൊടുത്തത് വെക്കുക. എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എൻ്റെ വീട്ടുകാർക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം. പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടേ ഇത്ര അപവാദം പറയുന്നത്. മിണ്ടാണ്ടിരുന്നല്ല, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം അടിക്കും. പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിന് മുന്നേ ചെന്നിട്ടും ആ കൊച്ചിനെയും കൊണ്ട് നടന്ന് ജോലി ചെയ്യിപ്പിച്ചിട്ട് ആ കൊച്ചിനെയും കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ അവളെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞേക്കുന്നു. സഹോദരി എന്നുള്ളൊരു പരിഗണന പോലും നീ കാണിക്കണ്ട, ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയെങ്കിലും കാണിക്കടേ. ഇത്രയും മര്യാദ ഇല്ലാതെയാണ് ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മളാലും ചിന്തിക്കത്തില്ലേ, അപ്പൊ ആ പെൺകൊച്ചിന് ഇതാണോ പണി? കാമുകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലൊരു പണിയും ചെയ്യാതെ ചേട്ടന്റെ പൈസ തിന്ന് മുടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി. അങ്ങനെയുള്ളൊരു ഇമേജാണ് സ്വന്തം സഹോദരിയെ കുറിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നും ചെയ്യാതെ പണിക്കും പോകത്തില്ല, ചേട്ടന്റെ പൈസയെല്ലാം സ്പെൻഡ് ചെയ്ത് ദൂർത്തടിച്ച് കണ്ടവന്മാരെ വിളിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരി. ആ ഒരു ഇമേജാണ് ഈ കുട്ടിയുടെ തലയിൽ അവൻ ചാർത്തി കൊടുത്തേക്കുന്നത്, സ്വന്തം സഹോദരൻ ചാർത്തി കൊടുത്തേക്കുന്നത്. അതിൽ തന്നെയുണ്ട് അവന്റെ ഉടായ്പ്, അതിൽ തന്നെയുണ്ട് അവന്റെ റിയാലിറ്റി എന്താന്നുള്ളത്.
ഇതുപോലുള്ളവന്മാരെ നമ്പി അവന്മാരുടെ ഒന്നും വീഡിയോ ദയവ് ഇത് ആരും പോയി കാണാതെ ഇരിക്കുക. അങ്ങനെ കാണുന്നതിലൂടെ നിങ്ങളും തെറ്റ് ചെയ്യുവാണ്. പിന്നെ ഈ പ്രശ്നേഷിനോടും ഭാര്യയോടും എനിക്ക് പറയാനുള്ളത്, ആർത്തി കുറച്ച് കുറയ്ക്ക്. പണത്തോടുള്ള ആർത്തി കുറച്ച് കുറയ്ക്ക്. കയ്യിലുള്ളത് കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൈസ സമ്പാദിച്ച് വെളിയിൽ പോകും. അല്ലാതെ സ്വന്തം പെങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതിൽ കണ്ണു വെക്കാതിരിക്കും.